എല്ലായിടത്തും മാങ്ങേന് കാണോട്ടൊക്കെ വണ്ടിക്കാര് 100 രൂപയ്ക്ക് 2.5 കിലോ. 2.5 കിലോ ഇന്ന് മഴ ഇട്ട് തോന്നുന്നുണ്ട്, കുറച്ച് കുറവുണ്ട്. 2.5 കിലോ. ചിലതിന് 2 തരം മാങ്ങയാണ്. ഒരു മാങ്ങേന്റെ തൊലി കഴിക്കുന്നുണ്ട്, ഒരു മാങ്ങയ്ക്ക് കുഴപ്പമില്ല. തൊലി ചെത്തിയതിന്റെ ശേഷം തിന്നണം. ഇന്നാള് ഇവിടെ കൊണ്ടുവന്ന മാങ്ങ ഉപ്പ് തിരുമ്മി കേടുന്നത് അത് കഴിക്കണ്ടേ, അതിന്റെ തൊലിക്ക് ഭയങ്കര കഴിപ്പ്. ഇത് കണ്ടാ കഴിക്കില്ല. പക്ഷെ ഉള്ളെല്ലാം മധുരണ്ട്. 2.5 കിലോ 100 ആണെങ്കിലും ആ പൈസ കൊടുക്കുന്നതിനായാലും നമ്മള് കഴിക്കുന്നതിനാണെങ്കിലും നല്ലതാ, നല്ല മധുരം കഴിക്കണം. അപ്പൊ അതേപോലെ തന്നെ ഇന്ന് മാങ്ങ വന്നപ്പോ നമ്മള് വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മാങ്ങ കൊണ്ട് എന്ത് നമുക്ക് പരീക്ഷിക്കാൻ പറ്റും, കാരണം ഒരുപാട് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ന് അങ്ങനെ വിചാരിച്ചു നമുക്കൊന്ന് ഉണ്ടാക്കാത്തൊരു സാധനം ഉണ്ടാക്കി തിന്നാന്ന്. അത് നല്ല രസമുള്ള, കാണുമ്പോ തന്നെ അറിയുന്നുണ്ടാവില്ല, നല്ല കളറും ഉണ്ട്. നല്ല അങ്ങനെ നമുക്ക് വേണ്ടത് തെരഞ്ഞു നോക്കിയെടുക്കുക. അങ്ങനെ ഒരു കുത്തും കേടും കാര്യങ്ങളൊന്നുമില്ല, നല്ല ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. നല്ല കഴുകിയതിന്റെ ശേഷം ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ മാത്രല്ല ഇത് തൊലി ചെത്തി കളഞ്ഞതിന്റെ ശേഷമാണ് എടുക്കണത്, ഉള്ളത്തെ അത് മാത്രമായിട്ട് എടുക്കണേ. ഇതുകൊണ്ട് നമ്മളൊരു സംഭവം ഉണ്ടാക്കാൻ പോവാണ്. ഇതുവരെ നമ്മള് ഈ മാങ്ങയോടുള്ളത് തിന്നിട്ടില്ല. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അല്ലേ അമ്മ? മഴയൊക്കെ അല്ലേ, നമുക്ക് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കി തിന്നുമ്പോ ഒരു പ്രത്യേക രസം. മഴയത്ത് എന്ത് കിട്ടിയാലും വെറുതെ ഇരുന്ന് തിന്നാൻ നല്ല ഇതാ. പിന്നെ വീട്ടിലുള്ള ഓരോ സാധനം വെച്ചിട്ട് തന്നെയാണ്. പുറത്ത് പോയിട്ട് പൈസ എൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പുറത്തുനിന്ന് തിന്ന പൈസ ഒക്കെ ചെലവാക്കിയിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ കൂട്ടിയിട്ട്, ഇത് അത്രയൊന്നും ആവശ്യമില്ല. നമ്മളെ വീട്ടിലത്തെ സാധനം കൂട്ടിയിട്ട് മാത്രം. മാങ്ങ ഉപ്പിട്ടിട്ടൊക്കെ കഴിക്കണം. ഇപ്പോൾ പിന്നെ ഇപ്പം ഇങ്ങനെ വരുന്നതല്ലേ, എന്തെങ്കിലും മരുന്ന് വെറുതെ ഇപ്പം ഈ സമയത്ത് ഈ മാങ്ങ ഇങ്ങനെ പഴുത്ത് വരണമെങ്കിൽ അല്ലേ? ആ ശരിയാണ്, അതാണ്. അല്ലെങ്കിൽ ഈ സമയത്ത് ഉണ്ടാവുന്ന മാങ്ങ ആയിരിക്കണം. കാണുമ്പോ നല്ല കണ്ടോ, എന്തോ ഒരു ഭംഗിയാണ് കാണാന്. ഏതായാലും ഞാൻ നല്ല വൃത്തിയാക്കിയിട്ട് ഇപ്പം എന്താ പറയുക, ഇപ്പം ഈ തൈകളൊക്കെ അല്ലേ, അത് ഓരോ തൈകൾ ഓരോ വിധം മാങ്ങകൾ ഉണ്ടാവും വേണമെങ്കിൽ നമുക്ക് തന്നെ ഇപ്പം തൈ കൊണ്ടുവന്നില്ലേ, അത് 1.5 വർഷം കൂടി കായ്ച്ചെന്ന് പറഞ്ഞില്ലേ. അപ്പം അതേമാതിരി ഉള്ള മാവായിരിക്കണം നമ്മൾ ചെത്തിയിട്ട് ഇതിനെങ്ങോട്ട് ഇതിൻ്റെ ഉള്ളിലത്തെ സാധനം മാത്രം ഇങ്ങോട്ട് എടുക്കുക കേട്ടോ. എന്നിട്ട് ഉണ്ടാക്കണം. നാപ്പൂസ് വരുമ്പോൾ നമുക്ക് ഞെട്ടിക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കണം. അപ്പൊ ഉണ്ടാക്കുമ്പോ പാളി പോകാൻ ഞാൻ മതി അല്ലേ? പാളിയാലും നമുക്ക് അതിന് അഡ്ജസ്റ്റ് ചെയ്ത് തിന്നാട്ടോ. ആരും ഒന്നും പറയാനല്ലോ, നമ്മള് മാത്രല്ലേ. കൈതോല പായ വിരിച്ച് പായേലൊരു പറ നെല്ലി പൊരിച്ച് എപ്പ വരും കാത് കുത്താൻ എൻ്റെ അമ്മാവന്മാര് പൊന്നോ, എപ്പ വരും കാത് കുത്താൻ എൻ്റെ അമ്മാവന്മാര് പൊന്നോ. അപ്പൊ ഒരു പാട്ട് പാടിയ കൈ കൊട്ടണ്ടേ, പിന്നെ ഉണ്ടാക്കുന്നത് മാംഗോ പുഡിങ്. നമ്മള് പുഡിങ് ഒരേ ഒരു വട്ടേ കഴിച്ചിട്ടുള്ളൂ. ഇളനീർ പുഡിങ് ആണ് അത്. നമ്മളെ അച്ചൂസ് മഞ്ചേരിയിലുള്ള അച്ചൂസ് ഞങ്ങള് ചെന്നപ്പോ ഉണ്ടാക്കിയിട്ട് അതെന്താ, അപ്പൊ നമ്മള് ഭക്ഷണം തന്നെ കഴിച്ചിട്ടോ. അപ്പൊ പുഡിങ്ങിന് ലാസ്റ്റ് ഈ സാധനം തരുന്നത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അവിടുന്നാണ് ആദ്യമായിട്ട് അത് തിന്നണത്, പുറത്ത് പോയിട്ടൊന്നുമല്ല. ഇങ്ങനെ സംഭവം പേര് കേട്ടിട്ടുണ്ട് പുഡിങ് എന്നൊക്കെ, പക്ഷെ അവിടുന്നാണ് അത് കഴിച്ചത് കേട്ടോ. അപ്പൊ അങ്ങനെ വിചാരിച്ചതാണ്. ഈ സാധനം കിട്ടിയപ്പോ നമ്മള് പുഡിങ് കഴിച്ചപ്പോ ചക്കക്കുരു മാങ്ങക്കല്ലേ ഉണ്ടാക്കണേ. അതാണ് ഞാനെന്താ പറഞ്ഞേ, ചക്കക്കുരുന്നും ഇതെന്നൊക്കെയല്ലേ നമ്മള് ഇങ്ങനെ ആയത്. ഇപ്പൊ പിന്നെ വിചാരിക്കും പുഡിങ് ഒക്കെ ആയപ്പോ ഹൈ ലെവലായി. ഇന്നലെ അതുപോലത്തെ ഒരു കമന്റ് വന്നിട്ടുണ്ട്. ഇന്നലെ അമ്മേനെയും കൊണ്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. സാരി എടുത്ത് പോണം മുതല്. സാരി എടുത്ത് നമ്മളീ സാരിയൊക്കെ പറഞ്ഞാലേ നമുക്ക് ഇങ്ങനെ എടുത്ത് മടക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. എവിടേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഡ്രസ്സ് ഇടാതെ നമ്മൾ പോകാൻ പറ്റില്ലല്ലോ. ഡ്രസ്സ് ഇടണം, അത് ആർക്ക് വേണ്ടിയിട്ട് എടുത്തേക്ക്, നമുക്ക് വേണ്ടിയിട്ടല്ലേ. അത് ഹൈ ലെവലായിട്ടൊന്നല്ല. അപ്പൊ ഇന്നലെ അങ്ങനെ അമ്മ സാരി 5 കൊല്ലം പഴക്കമുള്ള സാരിയാണ് അമ്മ എടുത്തത് പോയത്. ഞാനിട്ട ചുരിദാർ എന്താ ഇപ്പൊ ഞാൻ ഈ അച്ചൂസ് എന്ന് പറഞ്ഞ ആള് എനിക്ക് നമ്മളെ വീടിന്റെ ഈ കുടിരിക്കലിന് ഗിഫ്റ്റ് ആയിട്ട് തന്ന ചുരിദാറാണത്. ഞങ്ങള് പൈസ എടുത്ത് വാങ്ങിയതല്ല.
അത് ഒരുവിധം കുടിക്കലിന് വന്ന ആൾക്കാർക്ക് അറിയാം, കണ്ടിട്ടുണ്ടത് നമ്മൾ അത് വീഡിയോ ചെയ്തപ്പോ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ തന്നതാണ്. എന്നിട്ട് പണം കൂടിയപ്പോ ഇങ്ങനെയൊക്കെയാണോ നടക്കണത്, ഇങ്ങനെയൊക്കെയാണോ പോണത്, അങ്ങനെയൊക്കെ കമന്റ് ഇട്ടേക്ക. ഞങ്ങളാന്നെ കണ്ടു വിട്ടു. നമ്മള് പുറത്തേക്ക് പോകാൻ ഹോസ്പിറ്റലിലേക്ക് മാത്രമല്ല പോണത്, കൊറേ കാര്യങ്ങൾക്ക് ഒരുമിച്ചാ പോവല്. ഒറ്റ ചെലവും ഒതുക്കാൻ വേണ്ടിട്ട് പിന്നെ എന്താ അമ്മേനെ കൊണ്ടുപോകാൻ വേണ്ടിട്ട് തന്നെയാണ് കാറ് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എവിടേക്ക് പോകണമെങ്കിൽ ഞങ്ങൾ ഒരു കാര്യം ലക്ഷ്യം വെച്ചിട്ട് അല്ല പോണത്, ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിട്ട് ഒറ്റപ്പോക്ക് പോകും. എന്നാ പിന്നെ അമ്മേനെ കൊണ്ട് എല്ലാത്തിനും ഇങ്ങനെ നമ്മളെക്കാട്ടിലുള്ള വ്യൂസും കാര്യമുള്ള ആൾക്കാർക്ക് എന്താ പറയാ, സാരി എടുത്ത് ഇറങ്ങിപ്പോയാണ് ഈ പറയണൊക്കെ. ഞങ്ങൾ എന്നിട്ട് എന്താ ഇങ്ങനത്തെ കമന്റ് ഒക്കെ വരുമ്പോ ഒറ്റയ്ക്ക് ഇരുന്നാണ്ട് ഒരാള് വായിക്കലല്ല, ഞങ്ങൾ എല്ലാരും അറിയത്. അപ്പൊ അത് എത്രമാത്രം ടെൻഷൻ ആവണുണ്ട് എന്ന് ഓർക്കണം. നമ്മള് മൂന്നാള്. എന്നിട്ട് അമ്മ അത് എത്ര വട്ടം ഇന്നും കൂടി എത്ര വട്ടം പറഞ്ഞു എന്നറിയോ, ആ ഒരു സാരി പഴയത് 5 കൊല്ലം പഴക്കം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇതുള്ളതുകൊണ്ട് തന്നെയാണ് നമ്മളെ അസുഖത്തിന്റെ കാര്യങ്ങളും ട്രീറ്റ്മെന്റും നമുക്ക് ഇപ്പൊ ഇതുമൊന്നും ഇങ്ങനെ കിട്ടുന്ന പൈസ അയിമെന്നൊക്കെ തന്നെ ചെലവാക്കാനല്ല, ഹോസ്പിറ്റലിൽ കാര്യങ്ങൾക്ക് തന്നെ ചെലവാക്കാനല്ല. എത്രയും അമ്മേന്റെ അസുഖത്തിനൊക്കെ എത്ര ലക്ഷമായി, ഓരോ കാര്യങ്ങളും കടങ്ങളും. എന്നിട്ടാണ് ഈ പറയണത് സാരിയൊന്നും എടുക്കലില്ല, ഒരു സെറ്റ് മുണ്ട് എടുക്കും, അത് ഏതെങ്കിലും ഒരു പഴയത് എടുത്തു പോകും. അപ്പൊ ഞാന് RGCക്ക് പോകുകയാണെങ്കിൽ കൂടി ഞാനൊരു നല്ല സാരി എടുക്കലും എടുക്കാൻ വയ്യാതെ സുഖമില്ലാ പോകുമ്പോ ഞാൻ എടുക്കലും. ഇത് ഒരു കമന്റ് ഇടുമ്പോ വേറെ പോലെ നമ്മളെ തകർക്കാൻ വേണ്ടിട്ട് പറയാ. കാരണം എന്താ വെച്ചാല് നല്ല മറ്റുള്ളവരും കൂടി കാണുള്ളൂ. വീഡിയോ എന്താണ് സംഭവം കാണാതെ അപ്പത്തിന് വീഡിയോ തുടങ്ങി 2-3 മിനിറ്റ് ആകുമ്പത്തിന് കമന്റ് ഇടല്ലോ. സാരിയൊക്കെ വേറെ കാണുന്ന ചിന്തിക്കണ്ടേ, കല്യാണത്തിനൊക്കെ വില പിടിച്ച സാരി അതെടുത്ത് പോവാൻ ഞാൻ അതല്ല പിന്നെ ചിന്തിക്കുന്നത്. പൈസ കൈ എന്ത് കരുതിട്ടാണ് പറയണ, ഒരു ഐഡിയ ഇല്ല. പൈസ ഞങ്ങൾ അടുക്കള ഉണ്ടാക്കൂലേ, ഞങ്ങള് കയ്യില് പൈസ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് വെച്ചിട്ടാണ് ആ മഴയത്തെ ഇപ്പൊ ഗ്യാസിന്റെ വെച്ച് ആ പൊരിഞ്ഞ മഴയത്ത് അവിടെ ഒരു അടുപ്പുണ്ട്. അത് എങ്ങനെയാലും മഴ ചെയ്താൽ വീട്ടിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വന്ന് ആകെ അടുപ്പിക്ക് വെള്ളം. അല്ല പൈസ കയ്യിൽ വെച്ചിട്ട് ഇപ്പൊ അടുക്കള ഉണ്ടാക്കാതെ വെച്ചിട്ടാണ് ഞങ്ങൾ കണ്ണ് ഓപ്പറേഷൻ ചെയ്ത്. ഇന്ന് രാവിലെ ആകുമ്പോഴേക്കും ആ ഷീറ്റും പാറിപ്പോയിട്ടുണ്ട്. ആകെ വെള്ളം തലയാ. വീതരാമയ്ക്ക് അടുക്കാനേ പറ്റുന്നില്ല. ഒന്ന് ഫുള്ള് അടുക്കളയിൽ ഈ അടുക്കളയിൽ ഇരുന്നിട്ടാ വട്ടം തിരിഞ്ഞിട്ടാ എല്ലാം ആക്കണത്. അപ്പൊ പ്രാരാബ്ദം പറയാൻ തുടങ്ങുകയാണെങ്കിൽ എന്താവും? പ്രാരാബ്ദം നമുക്കുള്ള കാര്യം അടുക്കള ഉണ്ടെങ്കിൽ നമ്മള് എത്രയും പൈസ ഞങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു അടുക്കള ഉണ്ടാക്കും. അതില്ലാഞ്ഞിട്ട് ചിലപ്പോ ഇതുവരെ ഉണ്ടാക്കാത്ത ഉള്ള വരെ മതി. ഞങ്ങൾക്ക് ഇതന്നെ വേറെ എങ്കിലും വെച്ചുണ്ടാക്കാനൊരു അടുക്കള വേണ്ടേ? അതാണ് ഇതിന്റെ പ്രശ്നം. ഈ സാരിയാണൊക്കെ പ്രശ്നമാക്കിയല്ലേ, ഇനി എടുക്കാതെ പോലെ സാരിയൊക്കെ പുതിയ സാരി വാങ്ങിയില്ലേ? ആ പഴയതല്ല, ഇനി പുതിയതിനെ എടുത്തു പോവാ. ആ സാരി എന്താ ചെയ്യാ? അതിന് പുതിയത് ഇങ്ങനെ നല്ല അടിപൊളി സാരി വാങ്ങിയിട്ട് ഇനി അത് എടുക്കാതെക്കാൻ പറ്റുമോ? ഇനി എടുക്കാൻ എത്ര ഇരിക്കുന്നുണ്ട് ബാക്കി? സാരി ഉണ്ട്, ചുരിദാറുണ്ട്. നമ്മളെ അമ്മേന്റെ കുട്ടിന്റെ കല്യാണാണ്, നമ്മള് തകർക്കണ്ടേ? അസുഖത്തിൽ നിന്ന് ഇത്രയും രക്ഷപ്പെടുന്ന ഒരു സാരി ഒന്നും എടുക്കലില്ല. എപ്പോഴെങ്കിലും സാരി പുറത്തിറങ്ങിയപ്പോ എങ്ങനെ പറയാ, എങ്ങനെ ജീവിക്കാൻ സമ്മതിക്കില്ല, എന്താ ചെയ്യാ? പറയണോര് പറയട്ടെ, ഒരാളല്ലേ. ഇപ്പൊ പുഡിങ് ഉണ്ടാക്കാം. ഒരു പെരുമഴക്കാലാണ് ഇതൊക്കെ. നല്ല തണുപ്പുണ്ട്. കറണ്ട് പോയിട്ട് പോന്നിട്ടില്ല അതായത് കാറ്റി നിന്നാലേ കൊറേ മുമ്പുള്ളത് കൊല്ലാണ് നമുക്ക് പറയാൻ അറിയില്ല. അപ്പൊ ഇങ്ങനെ കർക്കിടക മാസത്തിൽ ഇങ്ങനെ ഒരു മഴ ഉണ്ടായത് ഇപ്പൊ അടുത്തൊന്നുമില്ല. കുറെ മുമ്പ് കാലങ്ങളിൽ എത്ര വർഷമായി പറ്റി പറയാൻ അറിയില്ല. അങ്ങനെ വെക്കാൻ പറഞ്ഞില്ല. കണ്ണാടന്നലെ വേറെ എഴുതി തന്നിട്ടോ. നമ്മളപ്പോ വായിക്കാനൊക്കെ കണ്ണാട വെച്ചാ മതി പറഞ്ഞു. അപ്പൊ കണ്ണാട ഒരു കാരണം നമ്മൾ വാങ്ങിയില്ല. വാങ്ങുന്നുണ്ട്, പക്ഷെ വായിക്കൊന്നും വേണ്ടല്ലോ വിചാരിച്ചിട്ട് വാങ്ങിയില്ല. ഈ കണ്ണാട പുറത്തേക്കൊക്കെ ഒന്ന് വെച്ചാ മതി എന്നാ പറഞ്ഞത്. എപ്പോഴും കണ്ണാട വെച്ചോളൊന്നും ഇല്ല, പക്ഷെ എഴുതി തന്നിട്ടുണ്ട്. നമ്മളത് അപ്പൊ പിന്നെ ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞു. അപ്പൊ അത് കാരണം വാങ്ങി. പുഡിങ്ങിന് കുറച്ച് കോൺഫ്ലവർ വേണം കേട്ടോ, ഒന്ന് കുറുക്കി കട്ടയിട്ട് കിട്ടാൻ. കുഞ്ഞു സ്പൂൺ ആയതുകൊണ്ടാണ്
1 സ്പൂണ് കോൺഫ്ലവറും പിന്നെ കുറച്ച് പാലും കൂടിയും കൂട്ടിയിട്ട് ഇതൊന്ന് അരിയിച്ചെടുക്കുക. ഇത് അരിഞ്ഞു കേട്ടോ. പിന്നെ ഈ മാങ്ങ അടിച്ചെടുത്തത് കുറച്ച് പാലും അതേപോലെ കുറച്ച് പഞ്ചസാരയും കൂടിയും കൂട്ടിയിട്ടാണ് കേട്ടോ. നമ്മളെ വാ കുട്ടികൾ നമുക്ക് മുരിങ്ങി കൊണ്ടുവരുന്നുണ്ട്. ഇല്ലല്ലോ വന്നിട്ടില്ല. ഇതാ വരുന്നു. അപ്പം കാറ്റ് എന്നും ഈ വൈകുന്നേര സമയത്ത് നല്ല കാറ്റാണ്. ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അപ്പൊ ഇന്നലെ കാറ്റടിച്ചിട്ട് തറവാട്ടിലൊക്കെ മുരിങ്ങന്മാരൊക്കെ വീണിട്ടുണ്ട്. എല്ലായിടത്തും ഉണ്ട് ഓരോ പ്രശ്നം. കുറെ സ്ഥലത്തുണ്ട്. മൊത്തത്തില് കറണ്ട് ഇപ്പൊ ഇവിടെ കറണ്ട് എത്തിട്ടോ. ശരി, വീട്ടും കാറ്റടിക്കുന്നുണ്ട്. അതാ പോയിരുന്ന അപ്പൊ മുരിങ്ങ കൊണ്ട് വന്നതാ കുട്ടികള്. നമുക്ക് ഒരു പാത്രത്തേക്ക് തറവാട്ടിട്ട് മുരിങ്ങമരം പൊടിഞ്ഞു. അപ്പൊ നമുക്ക് ഇത് വെച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഞാൻ വാതിൽ തുറന്നിട്ടോ. 3 മാങ്ങയാണ് കേട്ടോ അത് എടുത്തത്. നമ്മള് ആദ്യമായിട്ടാണ് ഉണ്ടാക്കിയപ്പോൾ. വാ നമ്മൾ കോൺഫ്ലവർ പാലിൽ കലക്കിയത് കേട്ടോ. ഇതൊന്ന് കുറുക്കിയെടുക്കാം. ഒന്ന് നല്ലതായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം. ഇങ്ങോട്ടേക്ക് മോഡലാക്കിയത് വെറുതെ ഇങ്ങനെ ഇരുന്നപ്പോ ഒന്ന് ചെയ്തതാ. എന്നാ ഒന്നാമത് മഴയായിട്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അവിടെ തന്നെ ഇരിക്കുന്നു. ചോറിനിട്ട് ഉമ്മറത്തേക്ക് കൂടി പോകാൻ പറ്റിയിട്ടില്ല, അത്രയും മഴയായിരുന്നു. സ്കൂള് നാളല്ല പൊണമ്മ വിരുന്നാണോ? വേണ്ട. കർക്കിടക മാസം 12-ാം തീയതി. അതെന്താ അങ്ങനെ പറയണ? അതിന്റെ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ. കർക്കിടകത്തിൽ വിരുന്നോ പാടില്ല, കർക്കിടകത്തിൽ പോവാൻ പാടില്ല പറയും. അത് കർക്കിടക മാസത്തിൽ ഈ ആൾക്കാർക്ക് പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് പൈസ ഒന്നും ഇല്ലാഞ്ഞിട്ട് അങ്ങനെയല്ലേ അത് അതിൻ്റെ ഇത്. അതുകൊണ്ടാണ് ഇങ്ങനെ വിരുന്ന് പോവാനും വരാനും ഒന്നും പാടില്ല. മാസം 12-ാം തീയതി കഴിഞ്ഞാൽ പിന്നെ അത് വരാനും അങ്ങനെ ഒരു ഐതിഹ്യം ഉണ്ട്. അത് റെഡി ആയിട്ടോ. അത് പൊടിക്കണം. ഇത് നമ്മുടെ പഞ്ചസാര ലൈനിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കിയിട്ട് മാറ്റിയിട്ട് വേണം ഈ സാധനം നമുക്ക് മാങ്കോൻ്റെ ഈ സംഭവം കൂടെ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ആദ്യം ഇതും കൂടെ റെഡിയാക്കി എടുക്കട്ടെ. നമ്മളെ പഞ്ചസാര ലൈനി പാത്രത്തേക്ക് ഒന്നാക്കി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ മാങ്കോൻ്റെ ഇത്രയുള്ളൂ കേട്ടോ. മുകളിലിടാ കേട്ടോ. നമ്മളെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അടിച്ചുണ്ടാവില്ലേ, ബദാമോ എന്താണെന്ന് വെച്ചാ നമ്മുടെ ഇപ്പം അതൊന്നും ബദാമുണ്ടോ? ബദാം നമ്മൾ വെക്കില്ലല്ലോ. അല്ല നാളെ അന്നൊക്കെ അമ്മയ്ക്ക് എന്താ നോക്കണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മേലിട്ട് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ തിന്നുന്ന സാധനം കടിക്കുമ്പോൾ രസം ഉണ്ടാവും. കരണ്ടില്ലേ? കേൾക്കുന്നില്ല. കരണ്ടാണ് ആവശ്യം. കേൾക്കുന്നില്ല. അപ്പം എന്നാൽ കുറച്ച് നേരം ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അതിൻ്റെ നമ്മൾ പഞ്ചസാരൻ്റെ ലൈന് കുറച്ച് ചൂടുണ്ട്. മറ്റത് കുറച്ച് നേരം ആക്കി വെച്ചിട്ട് അപ്പോൾ ചൂടൊന്നുമില്ല, തണുപ്പിച്ചിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിക്ക് വെക്കാൻ പോകണം. ഫ്രീസറിൽ തന്നെ വെക്കണത്. അവിടേക്കൊന്നും നമുക്ക് പെട്ടെന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് വേണം നമുക്ക് തീർത്തിട്ട് തിന്നാൻ. ഇങ്ങനെ തിന്നെങ്കിലുള്ള സമാധാനം. നല്ല ടേസ്റ്റ് ഉണ്ടാവും വിചാരിക്കണേ. അപ്പം അതൊന്നും തണുക്കട്ടെ. തണുത്തിട്ട് നമുക്ക് മാറ്റാം. എത്ര സമയം പിടിക്കും?
കുറച്ച് സമയം പിടിക്കണ്ടാവും. പെട്ടെന്ന് തന്നെ ഇതായി കിട്ടണതല്ലേ, നമുക്ക് നോക്കുക. 1 മണിക്കൂറോ? 1 മണിക്കൂറൊന്നും വേണ്ടല്ല. ഇടയ്ക്കത് വന്നിട്ട് തുറന്നു നോക്കാം. അതെ, കറണ്ട് വന്നും പോയി കൊറേ നേരം. മെല്ലെടുക്ക് വായിക്കാക്ക് പൊടിച്ചോടും. നാളെ കാണിക്കലേ ഫുള്ള്. ഇത് സെറ്റായിട്ട് കിട്ടിയിട്ടില്ല കേട്ടോ. അത് നമ്മളെ കരണ്ടിന്റെ സ്പൂണിന്റെ വായിക്കോ. നല്ല തണുപ്പുണ്ടേ. ഈ തണുപ്പ് കൊടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഓനൊന്നും പറ്റൂല എടുക്കാന്. നാളെ കാണിക്കലേ. തണുപ്പായിട്ട് അമ്മ മേലെടുക്കാണ് കേട്ടോ. നമ്മള് പ്രാർത്ഥിക്കാനുള്ള സമയമുണ്ട്. 6:30 ആയിട്ടുണ്ട്. ഇത് ഇങ്ങനെ ഫ്രിഡ്ജ് വരിക പോവാ തന്നെ. അതുകൊണ്ടാണ് ഒന്നാമത് ഇത് സെറ്റ് ആവാൻ വൈകിയത്. രസമുണ്ട്. നമ്മൾ ആദ്യമായിട്ട് നമുക്ക് അറിയില്ല. അങ്ങനെ കുറെ സംഭവങ്ങൾ ചേർക്കാനൊക്കെ ഉണ്ട്. അതൊന്നുമില്ല, നമ്മളുള്ളത് വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു നോക്കിയതാണ്. അമ്മ എത്തി. തണുപ്പുണ്ട്, സെറ്റായിട്ടില്ല, ആവണുള്ളൂ. നമ്മൾ വേഗം എടുത്താട്ടോ. അപ്പൊ എന്താ പറയാളെ? അപ്പൊ എന്താ പറയാന്ന് വെച്ചാ ഇന്നത്തെ കൊച്ചു വിശേഷം. നാളെ അടുത്ത വിശേഷമായിട്ട് നാളെ ശരിക്കും കാണിക്കലേ.